ഹലോ ട്രേഡേഴ്സ്, ഡേറ്റ ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ നിഫ്റ്റി സ്പോട്ട് ചാർട്ട്. ഇന്നത്തെ അത്യാവശ്യം നിഫ്റ്റി കൺസോൾട്ടേഷൻ ആയിരുന്നു. വൺ വേ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അത് നല്ലൊരു മൂവ്മെൻ്റ് ആയിട്ടില്ല. സ്റ്റിൽ നിഫ്റ്റി കൺസോൾട്ടേഷനിലാണ്. പിന്നെ ക്രൂഡ് ഓയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിലാണെങ്കിലും PEC കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ CECയുടെ SL അടിച്ചിട്ടില്ല. PECയുടെ നമുക്ക് SL ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. സ്റ്റിൽ റണ്ണിങ് ആണ് CE കേട്ടോ. നമ്മൾ BTCയുടെയും എത്തേറിയത്തിൻ്റെയും ട്രേഡ്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ എൻട്രി ആയിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് മൈൻഡിൽ വെച്ചേക്ക്. റെഫർ ലിങ്കിൻ്റെ ഐഡിയ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുറച്ച് ട്രേഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. ഇത് 24,700 PE ആണ്. 2 ട്രേഡ് ഉണ്ടായിട്ടുണ്ട്. രണ്ടൊരു കോസ്റ്റാണ് കേട്ടോ. ഇതിലൊന്നും പറയാനില്ല. ചെറിയ SL ആണ്. അതായത് 1 പോയിൻ്റ് 2 പോയിൻ്റൊക്കെ SL വരാം. അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ ഈ ട്രേഡിൽ. പിന്നെ നമുക്കുണ്ടായിരുന്ന 24,750 C ആണ്. 24,750 C 4 ട്രേഡോളം വന്നിട്ടുണ്ട്. അതിലൊരു ട്രേഡ് കോസ്റ്റാണ്. അത് കറക്റ്റ് 10ാമത്തെ ക്യാൻഡിലെ കോസ്റ്റാണ് ഫസ്റ്റ് ട്രേഡ് വന്നതാണ്. പിന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് അത് SL പോകും. അത് ഫസ്റ്റ് ട്രേഡാണ് അന്നത്തെ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് SL ഹിറ്റായിട്ടുണ്ടായിരിക്കാം. എനിക്കത് പേഴ്സണലി ഒരു കോസ്റ്റാണ്. ഒരു 2 പോയിൻ്റൊക്കെ ആയിരുന്നു എനിക്ക് ലോസ് ഉണ്ടായിരുന്നത്. 2 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 പോയിൻ്റാണ് കേട്ടോ, 2 രൂപയല്ല. പിന്നെ രണ്ടാമത്തെ ട്രേഡ് റീ എൻട്രി ആണ്. റീ എൻട്രി അത്യാവശ്യം നല്ല രീതിക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ട്രേഡ് ആയിരുന്നു വേറെ പ്രൈസിലാണ്. വേറെ പ്രൈസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള പ്രൈസാണ്. ഫസ്റ്റത്തെ ട്രേഡ് ഫ്രീ ഗ്രൂപ്പിലുള്ളതാണ്. രണ്ടാമത്തെ 109 എന്ന് പറഞ്ഞ പ്രൈസ് പെയ്ഡ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ട്രേഡാണ്. അപ്പോൾ എല്ലാവർക്കും അതിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. മൂന്നാമത്തെ ട്രേഡ് റീ എൻട്രി ആണ്. ആ സെയിം ഫസ്റ്റ് ട്രേഡിൻ്റെ റീ എൻട്രി ആണ് മൂന്നാമത്തെ ട്രേഡ്. നാലാമത്തെ ട്രേഡുണ്ട്. അത് 10 മിനിറ്റിൽ ഒരു കോസ്റ്റാണ്. നാലാമത്തെ ട്രേഡ് 10 മിനിറ്റിൽ കോസ്റ്റ് തന്നെയാണ്. അത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റിക്ക് പോയിണ്ടാവും. ഇപ്പം ഈ മൂന്നാമത്തെ ട്രേഡ് ഓൾറെഡി ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് നാലാമത്തെ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സെയിം ട്രേഡ് തന്നെയാണ്. ഞാൻ ആ ടൈം പീരീഡിൻ്റെ കാര്യം പറയുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്, വേറെ ഒന്നല്ല. ഈ 146 അത്യാവശ്യം ഒരു 1:1 ആണ് വന്നേക്കണത്. 146 ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഒരു 1:1 വരും. പിന്നെ നമുക്കുണ്ടായിരുന്നത് 24,800 PE ആണ്. 24,800 PE 43 രൂപയുടെ ട്രേഡാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് രണ്ടാമത്തെ ട്രേഡിലുണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ ട്രേഡ് ഒരു SL ആണ്. SL സൈഡിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് 10 മിനിറ്റിൽ 1-2 രൂപ SL അടിക്കണതിൻ്റെ മുകളിലാണ് നിൽക്കണത്. അപ്പോൾ അത് SL ആയിട്ട് തന്നെ കൊണ്ടുവരും. അങ്ങനെ അത് കറക്റ്റ് SL ആണ്. രണ്ടാമത്തെ ഒരു റീ എൻട്രിയുടെ വന്നിട്ടുണ്ട്. ഇതൊരു 10-25 പോയിൻ്റ് പോയിട്ടുമുണ്ട്. പക്ഷെ അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം, എന്നാലാണ് അത് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് ടോട്ടൽ ഉണ്ടായിരുന്നതെന്ന്. അത്യാവശ്യം നല്ല ദിവസം തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും ഒരു 80% ആൾക്കാർക്കും റെഡിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ്. ഗ്രീനിലല്ല, റെഡിൽ. അപ്പോൾ അത്യാവശ്യം കൺസോൾട്ടേഷനാണ്. മാർക്കറ്റ് ഭയങ്കര അപ്പ് ആൻഡ് ഡൗൺ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെയൊക്കെ റീസൺസ് വരുന്നത്. നമുക്കിന്ന് കൺസോൾട്ടേഷനാണെന്ന് രാവിലെ എണീക്കുമ്പോൾ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. മാർക്കറ്റ് മൂവ് ചെയ്ത് നമുക്ക് ട്രേഡ് കിട്ടുന്നതനുസരിച്ചിട്ടാണ് കൺസോൾട്ടേഷനാണ് ഇനിയൊരു അല്ലെങ്കിൽ ഒരു ഇത്രയും കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു മൂവ്മെൻറ്റ്, ഷാർപ്പ് മൂവ്മെൻറ്റ് കിട്ടും. അതൊക്കെയാണ് എന്നെ കൊണ്ട് പറയാൻ വേണ്ട കാര്യങ്ങളോട്ടോ. എനിക്കും തന്നെ നമുക്ക് മനസ്സിലാവില്ല, ഒരിക്കലും ഒരാൾക്കും മനസ്സിലാവില്ല ഇന്ന് കൺസോൾട്ടേഷനാണ് ഉണ്ടാകാൻ പോണതൊന്നും. ഒന്നും ലെവൽസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതൊരു റെസിസ്റ്റൻസിൻ്റെ സപ്പോർട്ടിൻ്റെ ഇടയിലാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സൈഡ് വൈസ് ആണ് ഇന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ട്രേഡ് എടുത്ത് പോയേ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ കൺസോൾട്ടേഷൻ ആയിരുന്നു ഒന്ന്. നാളെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഷാർപ്പ് മൂവ്മെൻറ്റ് PECക്ക് വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും നാളെ കാണാനേ പറ്റുള്ളൂ ബാക്കി എന്താ ഉണ്ടാകാൻ പോണെന്ന്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ആവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഞാൻ കൊടുക്കാം. ക്രൂഡ് ഓയിൽ വേണ്ടവർ എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ബിറ്റ്കോയിനും എത്തേറിയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നാളെ. ഓക്കെ, ബൈ.